ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമാകുന്ന ആ കാലഘട്ടത്തിൽ അറബികൾ രക്തം ചെന്തുന്ന വിഷയത്തിൽ തീർത്തും ഒട്ടും വിരക്തരായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് അദ്നാനികളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ വായിക്കപ്പെടുന്ന ഉദാഹരണങ്ങളാണ്. ഇനി ഖഹ്താനികളിലേക്ക് വന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമായി വിശുദ്ധ മദീനയിലേക്കുള്ള പലായനത്തിന്റെ 5 വർഷം മുമ്പാണ് ചരിത്ര പ്രസിദ്ധമായ ബുആസ് സംഭവം. അത് ഖഹ്താനികളിൽ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾക്കിടയിൽ നടന്ന രക്തരൂക്ഷിത പോരാട്ടമാണ്. ഔസിനെയും ഖസ്റജിനെയും തമ്മിൽ തെറ്റിച്ച് അവർക്കിടയിൽ പ്രശ്നങ്ങൾ തീർത്ത് യഹൂദർ വിശുദ്ധ മദീനയിൽ അന്ന് യസ്രിബാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഔസും ഖസ്റജും തമ്മിൽ തെല്ലുകയും അതേപോലെ യഹൂദർ പങ്കാളികളായി അവരുടെ രക്തം ചിന്തപ്പെടുകയും ചെയ്യുന്ന അവസ്ഥകൾ. 120 വർഷം വിവിധ യുദ്ധങ്ങൾ ഔസ് ഖസ്റജിനിടയിൽ നടന്നതിൻ്റെ ചരിത്രം നമ്മൾ വായിക്കും. നമ്മൾ യസ്രിബിൻ്റെ ചരിത്രം, വിശുദ്ധ മദീനയുടെ ചരിത്രം, അതിൻ്റെ ജാഹിലിയത്തിൻ്റേത് വായിക്കുമ്പോൾ ആ വിഷയത്തിൽ അതിൽ പ്രസിദ്ധമാണ് ബുആസ് സംഭവം. ഔസും ഖസ്റജും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ വിഷയത്തിൽ അതിൽ മനുഷ്യകുരുതിയുടെ വിഷയം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളെ പിടിച്ചുലക്കുന്ന വാർത്തകളാണ് നമ്മൾ അതിലൊക്കെ വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വരുമ്പോൾ ഈ ബുആസ് സംഭവത്തിൻ്റെ ആ പക ഔസിനും ഖസ്റജിനും ഇടയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറയിൽ മദീനയിലേക്ക് തൻ്റെ ആദ്യ കാൽവെപ്പുകൾ നടത്തിയപ്പോൾ പെരുമാറിയതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ മദീനയിലേക്ക് ഉള്ള ഹിജറയിൽ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തേണ്ടത് തൻ്റെ കുടുംബക്കാരായ ബനൂ നജ്ജാർ ഗോത്രക്കാരിലേക്കാണ്. അവർ മദീനയുടെ ഹൃദയഭാഗത്ത് ഇന്ന് മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്നിടത്താണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വന്ന് ആദ്യ നാളുകൾ താമസിച്ചത് മദീനയിലെത്തും മുമ്പേ ഔസ് ഗോത്രക്കാരിലാണ്. ഈ ഔസും ഖസ്റജും തമ്മിലുള്ള പരസ്പര പകയുടെയും തമ്മിൽ തല്ലിൻ്റെയും കലഹങ്ങളുടെയും ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായി നമുക്ക് വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഈ 2 ഗോത്രങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇണക്കിയതും അവരുടെ ഹൃദയങ്ങളെ ഒന്നിപ്പിച്ചതുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രമേൽ പരസ്പരം വൈരികളും ശത്രുക്കളുമായിരുന്നു ഔസും ഖസ്റജും തമ്മിൽ. അവരാണ് പിന്നീട് അൻസാറുകൾ എന്ന മേൽവിലാസത്തിൽ ഒരൊറ്റ ഹൃദയം പേറി വിവിധ ശരീരങ്ങളായി വിശുദ്ധ മദീനയിൽ വർത്തിക്കുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്പരം തമ്മിൽ തച്ച് കലഹിച്ച് രക്തം ചിന്തി പെരുമാറിയുന്ന ഈ 2 വിഭാഗത്തെ ഇണക്കാൻ തുടക്കം മുതലേ പരിശ്രമിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വന്നപ്പോൾ ഖസ്റജിലേക്കല്ല വന്നത്. ഖസ്റജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മാവന്മാരും ബന്ധുക്കളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ഹിജറ പോയത് ഔസ് ഗോത്രത്തിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ഹിജറ പോയത് ഔസ് ഗോത്രത്തിലേക്കാണ്. ഔസിൽ തന്നെയും അവരും ഉപഗോത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരിൽ ബനു അംർ ഇബ്നു ഔഫ് ഉണ്ട്, ബനു സാലിം ഇബ്നു ഔഫ് ഉണ്ട്. ഇവരെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്പരം ഇണക്കി. കുൽസൂം ഇബ്നു അൽ ഹദ്ം അൽ ഔസിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 ദിവസം രാത്രി പാർത്തു. അവിടെയാണ് ഖുബാ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ആ 4 രാവുകൾ അന്തി ഉറങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തൂത്തയും അശാവും കുൽസൂം ബിൻ ഹദ്മിന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാക്കിയപ്പോൾ ഖൈലൂലയും ഗദാവും ഉച്ചഭക്ഷണവും ഉച്ചയുറക്കവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് ബിൻ ഖൈസമയുടെ വീട്ടിലാക്കുകയുണ്ടായി. അവരൊക്കെ ഔസ് ഗോത്രക്കാരാണെങ്കിലും അതിൽ ഉപഗോത്രങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെല്ലാം തൻ്റെ ഈ പെരുമാറ്റത്തിലൂടെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ അവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഐന അസ്അദ് ബിൻ സുറാറ, ഐന അസ്അദ് ബിൻ സുറാറ, അസ്അദ് ബിൻ സുറാറയുടെ, അസ്അദ് ബിൻ സുറാറയുടെ. അദ്ദേഹം ഖസ്റജിയാണ്, ഔസിന്റെ ബദ്ധവൈരിയാണ്. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഐന അസ്അദ് ബിൻ സുറാറ എന്ന് ചോദിക്കുമ്പോൾ സഅദ് ബിൻ ഖൈസമയും കൂട്ടരും പറയുന്നുണ്ട്, റസൂലേ, ഞങ്ങൾ അയാളുടെ രക്തം അന്വേഷിക്കുന്ന ആളുകളാണ്. അയാൾ ഞങ്ങളിൽ നിന്ന് ഒരാളെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് അയാളോട് പ്രതികാരം ചോദിക്കാൻ ഞങ്ങൾ അവസരം പാർത്ത് കഴിയുകയാണ്. അതുകൊണ്ട് അസ്അദ് ബിൻ സുറാറ അവിടെ വരൂല്ല. വന്നാൽ ഞങ്ങളുടെ കൺമുമ്പിൽ കണ്ടാൽ ഞങ്ങൾ കൊല്ലും. അതാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ചോദിക്കാണ്, ഐന അസ്അദ് ബിൻ സുറാറ. കാരണം
ഇവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബൈഅത്ത് ചെയ്ത് മക്കയിൽ വെച്ച് നബിയെ മദീനയിലേക്ക് കൊണ്ടുവരാൻ ഒന്നിച്ചുണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അയിന അസ്അദ് ബിൻ സുറാറ, സഅദ് ബിൻ ഖൈസം ഈ കൂട്ടർ ഇങ്ങനെ പറഞ്ഞെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനം അസ്അദിന് ഈ വിവരം കിട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ അന്വേഷിക്കുന്നു എന്ന്. അദ്ദേഹത്തിന് അറിയാം ഔസിന്റെ അടുക്കലേക്ക് താൻ പോയാൽ തന്റെ ഭാവി എന്താകുമെന്ന്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്വേഷണത്തെ മാനിച്ച് അസ്അദ് ബിൻ സുറാറ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔസ് ഗോത്രക്കാരോടൊപ്പം ഇരിക്കുമ്പോഴാണ് അസ്അദ് വരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അസ്അദ് ബിൻ സുറാറ, ഇവിടെ വരാൻ നിങ്ങൾ എങ്ങനെ ധൈര്യം കാണിച്ചു? നിങ്ങളോട് ഇവർ പ്രതിക്രിയ ചെയ്യില്ലേ? അപ്പൊ അസ്അദ് ബിൻ സുറാറ പറയുന്നത്, നബിയെ, നിങ്ങൾ എന്നെ അന്വേഷിച്ചു എന്ന് കേട്ടു. നിങ്ങൾ എവിടെ വെച്ച് എന്നെ അന്വേഷിച്ചത് ഞാൻ അറിഞ്ഞാലും അവിടേക്ക് ഞാൻ വരുന്നവനാണ്. ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രഖ്യാപിച്ചു, എനിക്ക് വേണ്ടി അസ്അദ് ബിൻ സുറാറക്ക് അഭയം പ്രഖ്യാപിക്കാൻ ആരുണ്ട്? ഔസ് ഗോത്രക്കാരോട്. അപ്പോൾ അത് അവരിൽ ആശ്ചര്യം സൃഷ്ടിച്ചു. അസ്അദ് ബിൻ സുറാറ ഞങ്ങൾ പ്രതിക്രിയ അന്വേഷിക്കുന്ന വ്യക്തിക്ക് ഞങ്ങൾ അഭയം നൽകുകയും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ സഅദ് ബിൻ ഖൈസുമ എഴുന്നേറ്റ്, ഞാൻ അസ്അദ് ബിൻ സുറാറക്ക് അഭയം നൽകുമെന്ന് പറഞ്ഞ്, അദ്ദേഹം ഔസ് ഗോത്രക്കാരനാണ്, അസ്അദ് ബിൻ സുറാറയെ അണച്ചുപൂട്ടി തോളിൽ കൈയിട്ട് അഭയം പ്രഖ്യാപിച്ച്, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്തം ചിന്തലിൻ്റെ വിഷയത്തിൽ, അത് പാടില്ലെന്ന വിഷയത്തിൽ ആദ്യ പാഠം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔസ് ഖസ്റജ് ഗോത്രത്തിൻ്റെ ഹൃദയങ്ങളെ ഇണക്കുകയും പരസ്പരം കലഹിച്ചും കൊല നടത്തിയും ജീവിതം തുടർത്തിയിരുന്ന ആ ആളുകളിൽ രക്തച്ചൊരിച്ചിൽ അപകടമാണ്, അത് ദീൻ പഠിപ്പിക്കുന്ന വിഷയമല്ല, രക്തച്ചൊരിച്ചിലിന് നിയുക്തനായ പ്രവാചകനല്ല ഞാൻ എന്നുള്ള വിഷയങ്ങൾ പഠിപ്പിച്ചു തുടങ്ങുകയും ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ഒരു ഉദ്യമമായിരുന്നു ഈ ഒരു വിഷയം, ഈ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കുക എന്നുള്ളത്. ഔസ് ഖസ്റജ് ഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ ജീവിതം തുടർത്തി. വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷം ഒരു കലാപത്തിൻ്റെ മുനമ്പിലെത്തിയ ഒരു ചരിത്രമുണ്ട്. ഷാസ് ഇബ്നു ഖൈസ് അൽ യഹൂദി എന്ന് പറയുന്ന ഒരു വൃദ്ധ ജൂതൻ ഉണ്ടായിരുന്നു. അയാൾ ഇസ്ലാമിനോട് വലിയ ശത്രുതയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൊടിയ പകയിലുമായിരുന്നു. മുസ്ലിമീങ്ങൾ ഇவ்விധം ഹൃദയം ഇണക്കപ്പെട്ടത്, അൻസാരികളായി ഔസ് ഖസ്റജ് ഗോത്രം ഒന്നിച്ചത് അസഹ്യമായി കണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഈ ഷാസ് ഇബ്നു ഖൈസ് അൽ യഹൂദി. ഇയാൾ അൻസാരികൾക്കിടയിൽ ഒരു കലാപം തീർക്കാൻ, ഒരു കൊലപാതകം തുടർത്താൻ പണിയെടുത്തു. ഔസും ഖസ്റജും ഒന്നിച്ചിരിക്കുന്ന വേദിയിൽ ഒരു യുവാവിനെ നിയോഗിച്ച് ഇവർക്കിടയിൽ യൗമു ബുആസ് അനുസ്മരിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഈ യുവാവിനോട് യൗമു ബുആസ് എന്താ? ജാഹിലിയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി വന്ന് ഹിജറ വരുന്നതിൻ്റെ 5 വർഷം മുമ്പ് ഔസ് ഖസ്റജ് ഗോത്രത്തിനിടയിൽ നടന്ന ആ കലാപമാണ്. ആ കലാപത്തെ അനുസ്മരിക്കാനാണ് ഷാസ് ഇബ്നു ഖൈസ് യുവാവിനെ പറഞ്ഞു വിട്ടത്. അതിൽ 2 ഭാഗത്തു നിന്നും എത്ര പേർ കൊല്ലപ്പെട്ടു, മഹത്തുക്കൾ ആരൊക്കെ കൊല്ലപ്പെട്ടു, ആ കലാപത്തിന്റെ വിഷയത്തിൽ നടന്ന കവിതകൾ, ഇതൊക്കെ പറഞ്ഞ് ഇവരിൽ ആവേശമുണർത്താൻ, ഇവരിൽ ആ വൈരാഗ്യത്തിന്റെ ചിന്തകൾ ഉണർത്താൻ, വീണ്ടും ഇവരൊരു കലാപം നടത്താൻ, ഇതിനാണ് ഈ ഷാസ് ഇബ്നു ഖൈസ് അൽ യഹൂദി യുവാവിനെ പറഞ്ഞു വിട്ടത്. യൗമു ബുആസിനെ നന്നായി അവതരിപ്പിച്ചു ആ യുവാവ്. അതോടുകൂടി ഔസും ഖസ്റജും ഒന്നിച്ചിരിക്കുന്നവർ പരസ്പരം വെറുപ്പോടുകൂടി നോക്കുകയാണ്. ജബ്ബാർ ഇബ്നു സഖർ അൽ ഖസ്റജി എന്ന് പറയുന്ന സഹാബി ഒരു ഭാഗത്ത്, ഔസ് ഇബ്നു ഖൈദി അൽ ഔസി എന്ന് പറയുന്ന സഹാബി മറ്റൊരു ഭാഗത്ത്. ഇവർ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ ഔസും ഖസ്റജും അവിടെ വിഘടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹയാത്തിലിരിക്കുകയാണത്. എന്നിട്ട് അവർ പറഞ്ഞു, നമുക്ക് ഹറയിൽ വെച്ച് കാണാം, മദീനക്ക് പുറത്ത് ഹറയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഔസും ഖസ്റജും തമ്മിൽ തല്ലാൻ, ബുആസിനെ അനുസ്മരിച്ച് അന്നത്തെ കണക്ക് ഇനി ഒന്നുകൂടി തീർക്കാൻ ഹറയിൽ ഒരുമിച്ച് കൂടി പരസ്പരം മുബാറസയ്ക്ക് വേണ്ടി അവർ ദ്വന്ദ്വയുദ്ധത്തിന് വേണ്ടി വാളോങ്ങി എന്നാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആളുകൾ പാഞ്ഞു വരുന്നത്. യാ റസൂലല്ലാഹ് അദ്രിക്കൽ ഔസ വൽ ഖസ്റജ് ഖബ്ല അൻ യതഫാനു. റസൂലെ, ഔസും ഖസ്റജും കൊത്തിത്തീരുന്നതിന് മുമ്പ്, തമ്മിൽ തല്ലിത്തീരുന്നതിന് മുമ്പ് അവരുടെ അടുക്കൽ ചെല്ലൂ, അവർ പരസ്പരം മുബാറസയ്ക്ക് വേണ്ടി വാളോങ്ങി നിൽക്കുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബൂബക്കറും ഉമറും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് നോക്കുമ്പോൾ
തൻ്റെ അരുമ സഹാബത്ത് അന്യോന്യം ആയുധമേന്തി നിൽക്കുകയാണ്, മുബാറസക്ക് ഒരുങ്ങി നിൽക്കുകയാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അബിദഅവൽ ജാഹിലിയ്യ വഅന ബൈന അദ്ഹുരിക്കും, ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കെ ജാഹിലിയത്തിൻ്റെ വിളിയാളങ്ങൾ ഇനിയും നിങ്ങളിൽ നിലനിൽക്കുകയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുണദോഷിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇംറാനിൽ നമ്മൾ ഈ വിഷയത്തിൽ അവതീർണമായ ആയത്തുകൾ വായിക്കും. ഖുൽ യാ അഹ്ലൽ കിതാബ് ലിമ തക്ഫുറൂന ബിആയാത്തില്ലാഹ് വല്ലാഹു ഷഹീദുൻ അലാ മാ തഅമലൂൻ ഖുൽ യാ അഹ്ലൽ കിതാബ് ലിമ തസുദ്ദൂന അൻ സബീലില്ലാഹി മൻ ആമന തബ്ഗൂനഹാ ഇവജ വഅൻതും ശുഹദാ വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തുതീഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ യറുദ്ദൂകും ബഅദ ഈമാനികും കാഫിരീൻ വകൈഫ തക്ഫുറൂന ബില്ലാഹി വഅൻതും തുത്ലാ അലൈക്കും ആയാതുല്ലാഹി വഫീകും റസൂലുഹു എന്ന് തുടങ്ങിയിട്ട് ഉള്ള ആയത്തുകൾ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅലഫ ബൈന ഖുലൂബിക്കും വഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന എന്ന് തുടങ്ങി സൂറത്ത് ആലി ഇംറാനിൽ പല വചനങ്ങൾ ഈ വിഷയത്തിലാണ് അവതീർണമായത്. അതിൽ വേദക്കാരോട് നിങ്ങൾ എന്തിനാണ് വിശ്വാസികൾക്കിടയിൽ ശത്രുത വളർത്തുന്നത്? അറിഞ്ഞുകൊണ്ട് ഷാസ് ഇബ്നു ഖൈസ് അൽ യഹൂദിയുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, വേദക്കാരെ വിളിച്ചിട്ടാണ് അള്ളാഹു ചോദിച്ചത്. മാത്രമല്ല വിശ്വാസികളോട് യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തുതീഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട ഈ ഷാസ് ഇബ്നു ഖൈസിനെയും കൂട്ടരെയും നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ വിശ്വാസത്തിനപ്പുറം നിങ്ങളെ അവിശ്വാസത്തിൽ തിരിച്ചെത്തിക്കും. പിന്നെ വിശ്വാസികളെ ഐക്യത്തിൽ കഴിയേണ്ടത്, മരണം വരിക്കുവോളം മുസ്ലിമീങ്ങളായി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കേണ്ടതൊക്കെ ഉള്ള വിഷയങ്ങൾ ഉണർത്തിക്കൊണ്ടുള്ള വചനങ്ങളാണ് അവിടെ അവതീർണമാവുകയുണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു തുടക്കം ഞാൻ ഇങ്ങനെ ഉണർത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമാകുമ്പോൾ അറബികൾ എങ്ങനെയുള്ളവരായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ്. തമ്മിൽ തല്ലുന്ന വിഷയത്തിൽ, കലാപത്തിൻ്റെ വിഷയത്തിൽ, രക്തം ചിന്തുന്ന വിഷയത്തിൽ, പരസ്പരം പോരടിക്കുന്ന വിഷയത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമായത് ഈ രക്തച്ചൊരിച്ചിലിന് അറുതി വരുത്താനാണ്. പരസ്പര വിദ്വേഷത്തിൽ കഴിഞ്ഞ ജനസമൂഹങ്ങളെ ഇണക്കാനും അവരുടെ ഹൃദയങ്ങളെ അടുപ്പിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽ നമ്മൾ വായിക്കുമ്പോൾ രക്തച്ചൊരിച്ചിലിൻ്റെ വിഷയത്തിൽ കടുത്ത ഭാഷകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത്. രക്തച്ചൊരിച്ചിലേക്കുള്ള വാതിലുകളെ കൊട്ടിയടച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിശക്തമായ പ്രതിപാദ്യങ്ങൾ നടത്തിയതൊക്കെയാണ് നമ്മൾ വായിക്കുക.